പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ വലിയൊരു പോരാട്ടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോവുകയാണിന്ന്. കോവിഡ് എന്ന മഹാമാരിയും അത് സൃഷ്ടിച്ച പ്രതിസന്ധികളും അതിജീവിക്കുവാനുള്ള പോരാട്ടം ഒരു വശത്ത്, മറുവശത്ത് ഒരു ലോകമഹായുദ്ധത്തിൻ്റെ മണിമുഴക്കം കേൾക്കുന്ന പോലുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം, രാഷ്ട്രങ്ങൾക്കുള്ളിൽ ജാതികൾ തിരിച്ചും ഗ്രൂപ്പുകൾ തിരിച്ചുമുള്ള സംഘർഷങ്ങൾ, എല്ലാറ്റിലുപരി തിന്മയുടെ ശക്തികൾ ലോകത്തിൻ്റെ സകല മേഖലകളിലും മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ആധിപത്യം പുലർത്തിയിരിക്കുന്ന ഭയാനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വ്യാഖ്യാനിക്കുന്ന ഈ ഒരു സംസ്കാരത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മഹത്വവും സമർപ്പിത ജീവിതത്തിൻ്റെ ഔന്നത്യവുമെല്ലാം ചവിട്ടി അരയ്ക്കപ്പെടുന്ന വേദനാജനകമായ കാഴ്ചയും നമ്മൾ കാണുന്നു. തിന്മയുടെ ഈ വ്യാപനത്തെ എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? നമ്മുടെ രാഷ്ട്രത്തിലും സഭാസമൂഹങ്ങളിലും എങ്ങനെ ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കും? മാനുഷികമായി നമ്മൾ നിസ്സഹായരാണ്. കാരണം തിന്മ അത്രയേറെ പ്രബലമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ദൈവജനം ഒരിക്കലും നിസ്സഹായരല്ല എന്നതാണ് സത്യം. ദൈവജനത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും ശക്തിയേറിയ ആയുധം പ്രാർത്ഥനയാണ്. ഈ ആയുധം ശരിയായ വിധത്തിൽ ഉപയോഗിച്ചാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നിസ്സംശയമാണ്. ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ഈ കാലഘട്ടത്തിൽ ഒരു മാറ്റത്തിന് ആവശ്യമായിരിക്കുന്നത്. മാനുഷികമായ ശക്തി കൊണ്ട് തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. സ്വർഗം ഇടപെടണം നമ്മുടെ സമൂഹത്തിൽ. സ്വർഗത്തിൻ്റെ ശക്തി നമ്മുടെ സഭാ സമൂഹത്തിൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവജനത്തിലൂടെ ലോകം മുഴുവനും പ്രകടമാകണം. ഇതിലൂടെ മാത്രമാണ് തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഈ ഒക്ടോബർ മാസം മുഴുവനും നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ആയുധങ്ങളല്ല, മറിച്ച് സംഘടിത ബലമല്ല, മറിച്ച് ദൈവത്തിലുള്ള ശരണത്തിലുള്ള പ്രാർത്ഥനയാണ്. ഇതൊരു പോരാട്ടമാണ്. ജപമാലയിലൂടെയുള്ള ഒരു ആത്മീയ പോരാട്ടം. ഈ പോരാട്ടത്തിലൂടെ അന്ധകാര ശക്തികളുടെ കോട്ടകൾ നമുക്ക് തകർക്കാൻ കഴിയും. സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ സഭ പ്രതിസന്ധിയിലായിട്ടുണ്ടോ, എവിടെയൊക്കെ ദൈവജനം പ്രതിസന്ധിയിലായിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവർ മുട്ടുമടക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ഇറങ്ങി വന്ന അനുഭവമുണ്ട്. റഷ്യയിലെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമായിരുന്നോ സോവിയറ്റ് യൂണിയൻ തകർന്നു വീഴുമെന്ന്? അവിടെ വീണ്ടും സഭയ്ക്കും ക്രിസ്തീയ വിശ്വാസത്തിന് സ്വാതന്ത്ര്യം കിട്ടുമെന്ന്? എന്നാൽ അനേക ദൈവവിശ്വാസികൾ ദശാബ്ദങ്ങളോളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമായിരുന്നു റഷ്യയിലുണ്ടായ മാറ്റം. പോളണ്ടിലെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയും സഭയുടെ ഉയർത്തെഴുന്നേൽപ്പും അനേകരുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. യൂറോപ്പിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ എവിടെയൊക്കെ ദൈവത്തിൻ്റെ ജനം അപകടാവസ്ഥയിലുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ ദൈവമാതാവിനെ വിളിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ തിന്മയുടെ ശക്തികൾ തകർക്കപ്പെട്ടതായ കഥ നമുക്കറിയാം. ഈ കാലഘട്ടത്തിലും ദൈവജനം ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അമ്മ ഈ കാലഘട്ടത്തിൽ ഇടപെടും. അമ്മയുടെ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ കരുണ ഒരിക്കൽ കൂടി ലോകം കാണുവാനായിട്ടിടയാകും. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഒരു ജപമാല പോരാട്ടം, റോസറി വാർ സംഘടിപ്പിക്കുകയാണ്. ഈ റോസറി വാറിൽ നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടി ആത്മീയ പിതാക്കന്മാരായ ബഹുമാനപ്പെട്ട സേവ്യർ കാൻവട്ടായിൽ അച്ഛനും ഫാദർ ഡാനിയൽ പൂണത്തിലച്ഛനും ഒക്ടോബർ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ മറ്റ് ടീം അംഗങ്ങളോടുകൂടി നമ്മളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യും. ഈ ജപമാല യുദ്ധത്തിൽ പങ്കുചേരുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. 10 ലക്ഷം ജപമാല ഈ നിയോഗത്തിന് വേണ്ടി, അതായത് നമ്മുടെ സഭാ സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ഒരു മാറ്റമുണ്ടാകണം, ഒരു ആത്മീയ ഉണർവുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ നാളുകളിൽ ഈ സമൂഹങ്ങളിൽ പ്രകടമാകണം. ആ നിയോഗത്തിന് വേണ്ടി നമ്മൾ 10 ലക്ഷം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ പാദങ്ങളിൽ ഒക്ടോബർ 31 സമർപ്പിക്കുന്നു. ഈ ആത്മീയ പോരാട്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സഭയുടെയും കാലഘട്ടത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. 10 ലക്ഷം ജപമാലകൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജപമാലകളുടെ എണ്ണവും നിങ്ങളുടെ പേരും സഹിതം 926029029029 എന്ന നമ്പറിലേക്ക് RW സ്പേസ് ജപമാലകളുടെ എണ്ണം സ്പേസ് പേര് എന്ന ഫോർമാറ്റിൽ SMS അയയ്ക്കുക. ഓൺലൈൻ രജിസ്ട്രേഷന്
www.shalomtv.tv/rw. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0496 266 4693. നവയുഗ പിറവിക്കായി അണിചേരാം ജപമാല പ്രാർത്ഥനയുടെ പടയണിയിൽ.